ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര കടലും കായലും കൊണ്ട് ചുറ്റപ്പെട്ട ഏകദേശം 300 വർഷത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് ചരിത്രം പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അഭിമാനമായ അഞ്ചുതെങ്ങ് കോട്ടയിലേക്കാണ്. അപ്പോൾ ബ്രിട്ടീഷ് ചരിത്രം കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. കടലിൻ്റെയും കായലിൻ്റെയും നടുവിലൂടെയുള്ള ഇരുവശങ്ങളിലും വീടുകൾ നിറഞ്ഞ മനോഹരമായ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കടലെടുക്കാതിരിക്കാൻ പാറകൾ കൊണ്ട് ഇട്ടിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും കടലെടുത്ത് പോയ പല സ്ഥലങ്ങളും കാണാം. ഈ തീരദേശ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ എത്തുന്നത് കോട്ടയുടെ മുമ്പിലോട്ടാണ് കേട്ടോ. വണ്ടികൾ റോഡ് ബ്ലോക്ക് ആവാതെ രീതിയിൽ പാർക്ക് ചെയ്യാൻ വരുന്നവരെല്ലാം ശ്രദ്ധിക്കണം. കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ വേണ്ടി പ്രത്യേകിച്ച് പാസുകളൊന്നുമില്ല. ഇതാണ് 300 വർഷങ്ങൾക്ക് മുമ്പുള്ള ബ്രിട്ടീഷ് ചരിത്രം വിളിച്ച് പറയുന്ന അഞ്ചുതെങ്ങ് കോട്ട. നമ്മളപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയൊരു ഗാർഡനാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ചെങ്കല്ല് പാകിയ നടവഴി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കുറച്ച് മരങ്ങളും കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ്, കൃത്യമായി പറയണം 300 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിൽ പോർവിളി നടത്തിയ ഈ മണ്ണിൽ എത്ര പേരുടെ രക്തം വീണിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിച്ചാണ് ഞാൻ നടക്കുന്നത്. തൊട്ടടുത്തായിട്ടൊരു ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ഒക്കെ കിട്ടും. ലാറ്ററേറ്റ് കല്ലുകൊണ്ടാണ് കേട്ടോ ഇവിടുത്തെ മതിലുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപാട് നാളായി ഇതിനകത്ത് വേറെ വൃത്തിയാക്കുന്ന പരിപാടികളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കാട് കയറി കിടപ്പുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് അവിടെ കാട് വെട്ടുന്ന പരിപാടികളൊക്കെ നടക്കുകയായിരുന്നു. മെയിനായിട്ട് ഈ ഒരു സ്ഥലം പണ്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത് വ്യാപാര വാണിജ്യ വ്യവസായ മേഖലകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് സാധനങ്ങൾ കടൽ മാർഗ്ഗം ഇവിടെ കൊണ്ടുവരികയും ഇവിടെ നിന്ന് കടൽ മാർഗ്ഗം തിരിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ചെറിയ ഗുഹയാണ് കേട്ടോ. ഗുഹയല്ല, അവരെന്തോ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു സംഭവമാണ്. അതിനകത്ത് മൊത്തം പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് കണ്ടത്. നല്ല രീതിക്ക് കാറ്റ് വീശുന്നത് നമുക്ക് ഇവിടെയുള്ള ചെറിയ പുൽനാമ്പുകളിൽ പോലും കാണാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ എല്ലാം നടക്കുമ്പോഴത്തേക്ക് നമുക്ക് കടൽ കാണാനും തൊട്ടടുത്തുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ടാവാം ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിൽ. കാരണം രണ്ടുപേരും ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് പോർവിളി നടത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ വരുന്ന ഫാമിലീസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ഇവിടെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ സ്കൂളിൽ നിന്ന് ടൂർ വന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറി വന്നപ്പോൾ അവർ ഇറങ്ങിപ്പോയി. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കടൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കോട്ടയ്ക്ക് പുറത്തിറങ്ങിയിട്ട് ഇനി കാണുന്നത് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഗേറ്റ് ഓപ്പൺ ആണ്. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ 3 മണി മുതലാണ് ഓപ്പൺ ആവുക. അങ്ങനെ നമ്മൾ പാസ് എടുത്തിട്ടുണ്ട്. 2 പേർക്ക് വിത്ത് മൊബൈൽ വീഡിയോഗ്രാഫിക്കും കൂടെ ആയിട്ട് 40 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ടവറിലേക്ക് പോകാൻ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് കേട്ടോ. അതായത് ഈ കാണുന്ന ബിൽഡിങ്ങിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറണം. ഇവിടെ ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് പഴക്കം ചെന്ന ലൈറ്റ് ഹൗസാണ്. അപ്പോൾ നമ്മൾ ഈ പടികളെല്ലാം കയറി മേളിലെത്തുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ കായലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കടൽ വരുന്നത്. അപ്പോൾ കായലിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് എവിടുന്നോ ബോട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോഴും ഒരു മീൻ പിടിക്കാനെന്തോ പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നു ആ പോകുന്നത്. ഒരുപാട് തെങ്ങുകളും വീടുകളൊക്കെ ഈ കായലിൻ്റെയും കടലിൻ്റെയും ഓരത്തും അങ്ങ് അകലിയുമായിട്ട് സ്ഥിതി ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടപ്പുണ്ട് കേട്ടോ തെങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ. മെയിനായിട്ടും നമ്മൾ കാണാനായിട്ട് വന്ന അഞ്ചുതെങ്ങ് കോട്ട ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ദൃശ്യവിരുന്ന് തന്നെയാണ്. കോട്ടയുടെ മുഴുവനായിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട ഓരോ സൈഡിൽ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ മേളിലൊക്കെ നിന്ന് വാച്ച് ചെയ്യാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മളിനി താഴെയാണ് വന്നിരിക്കുന്നത്. മേളിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കുള്ള കാഴ്ചകളാണ്. ഇവിടെ കുറച്ച് കിളികളുടെയും അതേപോലെ ജിറാഫിൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം പിള്ളേർക്കുള്ള കളിസ്ഥലങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു അഞ്ചുതെങ്ങ് കോട്ടയുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ബൈ.